ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആസിഫ് അലി നായകനായ ഈ റീസെന്റായി റിലീസായ സർക്കിട്ട് എന്ന മൂവിയുടെ കഥയാണ്. ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടി, അവനെ മാനേജ് ചെയ്യുക അവന്റെ പേരൻസിന് പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ആ വീട്ടിൽ കയറിയ ഒരു കള്ളന് ആ കുട്ടിയെ കൂടെ കൂട്ടേണ്ടതായി വരുന്നു. ആ കുട്ടിയെ കൂടെ കൂട്ടിയതിനു ശേഷം ഹീറോ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും. ഒടുവിൽ ആ കുട്ടിയുമായി മരിക്കാൻ അവൻ തീരുമാനിക്കും. ഒരു ഫീൽ ഗുഡ് മൂവിയായ സർക്കിട്ട് എന്ന ഈ മൂവിയുടെ കഥ മുഴുവനായും കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. സ്റ്റെഫിയും ബാലുവും അവരുടെ മകൻ ജഗ്ഗുവുമായി ആ ഫംഗ്ഷൻ എത്തും. ജഗ്ഗു വളരെ ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയാണ്. ഒരു മിനിറ്റ് പോലും അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. വളരെ ദേഷ്യവും വാശിയും അവനുണ്ട്. സോ അമ്മയായ സ്റ്റെഫി അവനെ കൂടെ തന്നെ നിർത്തും. എന്നാൽ സ്റ്റെഫി ഒരു ഫ്രണ്ടിനടുത്തേക്ക് സംസാരിക്കാനായി പോകുന്നു. ഈ സമയത്താണ് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവരുന്നത്. ആ കേക്ക് കാണുമ്പോൾ ജഗ്ഗുവിന് എന്തൊക്കെയോ വിയേർഡായി തോന്നുകയും ആകെ ദേഷ്യവും സങ്കടവും വരുന്ന അവൻ ആ കേക്ക് തള്ളി നിലത്തിടും. ആ ഫംഗ്ഷൻ തന്നെ കുളമാക്കും. എല്ലാവരോടും സോറി പറഞ്ഞ് ജഗ്ഗുവുമായി സ്റ്റെഫിയും ബാലുവും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ആകെ കലിപ്പിലായിരുന്ന ബാലു ഇവനെ കൊണ്ടുവരേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും അവൻ കാരണം ആകെ നാണക്കേടായെന്നും ഒക്കെ സ്റ്റെഫിയോട് പറയും. അവനെ തനിച്ച് വീട്ടിലാക്കി ഒരു ഫംഗ്ഷന് വരുന്നത് എങ്ങനെയാണ്? ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്തതല്ലേ? നമ്മുടെ ഫാമിലി എന്നാൽ ഞാനും നീയും മാത്രമല്ലല്ലോ, അവനും കൂടി അടങ്ങുന്നതല്ലേ എന്ന് സ്റ്റെഫി പറയുന്നു. എന്തായാലും ഇപ്പോൾ സമാധാനമായല്ലോ എന്ന് ദേഷ്യത്തോടെ ബാലുവും പറയും. ഇവർ ഗൾഫിൽ സെറ്റിൽഡ് ആണ്. അവിടെ ഒരു ബാങ്കിലാണ് ബാലു വർക്ക് ചെയ്യുന്നത്. സ്റ്റെഫി ആകട്ടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്റ്റെഫിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ അവളെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്ത് ബാലുവും ജഗ്ഗുവും വീട്ടിലെത്തും. വീട്ടിലെത്തിയാലും ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാതെ ആക്റ്റീവായി ഓരോന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കും. വളരെ കഷ്ടപ്പെട്ടാണ് ബാലു അവന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും കഴിക്കാനുള്ള ഫുഡൊക്കെ കൊടുക്കുന്നതും. ഈ സമയത്താണ് ബാലുവിനെ അവന്റെ ഫ്രണ്ട് ഒരു സിനിമയ്ക്ക് പോകാനായി വിളിക്കുക. ടോയ്സിനൊപ്പം കളിച്ചു ക്ഷീണിച്ച് കിടന്നുറങ്ങിയ ജഗ്ഗുവിനെ ബാലു അവന്റെ ബെഡ്റൂമിൽ കിടത്തി ഡോർ പുറത്തുനിന്നും ലോക്ക് ചെയ്ത് ഫ്രണ്ടിനൊപ്പം സിനിമ കാണാനായി പോകുന്നു. വീടിന്റെ കീ പുറത്തുള്ള ഷൂറാക്കിലാണ് സാധാരണ അവർ വെക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന സ്റ്റെഫി കീ എടുത്ത് ഡോർ തുറന്ന് അകത്തേക്ക് വരും. വന്നയുടനെ അവൾ ജഗ്ഗുവിന്റെ റൂം ഓപ്പൺ ചെയ്ത് കൊടുക്കും. സാധാരണ അവർ പുറത്തേക്കോ ജോലിക്കോ ആയി പോകുന്ന സമയത്തെല്ലാം ജഗ്ഗുവിനെ ആ റൂമിനുള്ളിൽ പൂട്ടിയിടാറാണ് പതിവ്. രാവിലെ ഉറക്കമുള്ള ജഗ്ഗു വിൻഡോയിലൂടെ നോക്കുമ്പോൾ തന്റെ സ്കൂൾ ബസ് പോകുന്നത് കാണുകയും അത് കണ്ട് അവൻ കരയാൻ തുടങ്ങുകയും ചെയ്യും. സ്റ്റെഫിക്ക് അവനെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ജഗ്ഗു കരയുന്നത്. എനിക്കും സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകണം, എനിക്കും സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് നല്ല വാശിയോടെ ജഗ്ഗു കരയും. സ്റ്റെഫി അവനെ ഒരു വിധേനെ മാനേജ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. വീട്ടിലുള്ള പാത്രങ്ങളും അവന് കൊടുക്കുന്ന ഫുഡും ഒക്കെ തനിയെ മൂവ് ആകുന്നതായും അവർക്ക് ജീവൻ ഉള്ളതുമായൊക്കെ ജഗ്ഗുവിന് തോന്നും. സോ അതൊക്കെ ജഗ്ഗു നിലത്തിട്ട് പൊട്ടിച്ചു കളയും. ഫുഡൊക്കെ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. അവനെ മാനേജ് ചെയ്യാൻ ബാലുവും സ്റ്റെഫിയും നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് കഥയിലെ നായകനായ അമീറിനെ കാണിക്കും. അമീർ വിസിറ്റിംഗ് വിസയിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു ജോലി കിട്ടാനായി അമീർ പല ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പല ഇന്റർവ്യൂവിലും അവൻ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അമീറിന് ഒരു ജോലിയും ലഭിച്ചിരുന്നില്ല. ഒരു ജോലിയുമില്ലാതെ റൂമിന്റെ റെന്റും ഫുഡ് എക്സ്പെൻസും ഒക്കെ അമീറിന് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സും ഒക്കെ ചില സ്പാ ആൻഡ് മസാജ് കമ്പനികളുടെ കാർഡുകൾ മേടിച്ച് കാർ പാർക്കിംഗ് ഏരിയസിലും സിറ്റിയിലും ഒക്കെയായി കാർഡുകൾ ഇടും. ഇതൊരു ഒഫൻസ് ആയതിനാൽ ആരും കാണാതെയാണ് അമീർ ഇത് ചെയ്യുന്നത്. അമീർ താമസിക്കുന്ന റൂമിൽ അമീറിനെ കൂടാതെ 3 പേര് കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ തന്നെ പലയിടത്തായി ജോലി ചെയ്യുന്നവരാണ്. അമീർ ഇങ്ങനെ ഒരു ഇല്ലീഗൽ പണി ചെയ്യുന്നുണ്ടെന്ന് കൂടെ താമസിക്കുന്നവർക്ക് മനസ്സിലാകും. നീ ഇതിനെ ആവർത്തിക്കരുതെന്ന് അവർ അവന് വാർണിംഗ് നൽകുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ബാലു ജഗ്ഗുവിന്റെ സ്കൂളിലെത്തുന്നു. ജഗ്ഗുവിന്റെ തുടർ പഠനത്തിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നില്ല സ്കൂളിലേക്ക് ബാലു എത്തിയത്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുടെ ഹസ്ബൻഡ് ബാലു വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. 4-5 മാസമായി അടവ് മുടങ്ങിയിട്ട് പല തവണ വിളിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അയാളുടെ ബാങ്കിൽ എത്തണമെന്ന് പറഞ്ഞ് ബാലു അവിടെ നിന്നും പോകും. TV കണ്ടുകൊണ്ടിരുന്ന ജഗ്ഗുവിന് സ്റ്റെഫി ഫുഡ് കൊടുത്തിട്ട് കുളിക്കാനായി പോകുന്നു. TVയിൽ മുട്ടയും കോഴിക്കുഞ്ഞുങ്ങളെയും കാണുന്ന ജഗ്ഗു സ്റ്റെഫി അവന് കഴിക്കാനായി നൽകിയ മുട്ടയിൽ നിന്നും കുഞ്ഞുങ്ങൾ വരുന്നതായും അവന് തോന്നും. സോ ആ മുട്ട അവൻ എറിഞ്ഞു കളഞ്ഞതിനു ശേഷം ഫ്രിഡ്ജിലിരുന്ന മുട്ടകളുമായി ടെറസിന് മുകളിൽ കയറി താഴെ കിടന്നിരുന്ന ഒരു കാറിന് മുകളിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നു. ഈ സമയത്താണ് ബാലുവും അങ്ങോട്ട് വരിക. ബാലുവിനെ കണ്ട് ആ കാർ ഓണർ നന്നായി ചൂടായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ സോറി പറഞ്ഞ ടെറസിലെത്തി ജഗ്ഗുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ബാലു ഫ്ലാറ്റിലേക്ക് വരുന്നു. ജഗ്ഗു ഇങ്ങനെ കാണിച്ചതിന് ബാലു സ്റ്റെഫിയോടും ചൂടായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് ജഗ്ഗുവിന്റെ സ്കൂളിൽ പോയിട്ടും ബാലു എന്താണ് അവന്റെ റീജോയിനിങ്ങിന്റെ കാര്യം ചോദിക്കാത്തതെന്ന് സ്റ്റെഫി ചോദിക്കുന്നു. ഇനി അവനെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ സ്കൂളിൽ നിന്ന് അയച്ചതല്ലേ, പിന്നെ എന്ത് ചോദിക്കാനാണെന്ന് ബാലു പറയും. അവന് കൗൺസിലിങ്ങിനുള്ള ഹെൽപ്പ് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ബാലു എന്താണ് അത് അന്വേഷിക്കാത്തതെന്ന് സ്റ്റെഫി വീണ്ടും ചോദിക്കുന്നു. എനിക്ക് ജോലി തിരക്കുണ്ടെന്നും നീ തന്നെ പോയി ചോദിക്കാനുമാണ് ബാലു ഇതിന് മറുപടി പറയുക. ഡേയും നൈറ്റും ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഞാനോ എന്ന് സ്റ്റെഫി ചോദിക്കും.
ചോദിക്കും. ജോലി സ്ഥലത്ത് തന്നെ എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, വീട്ടിലെങ്കിലും എനിക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് ബാലു അവിടെ നിന്നും പോകുന്നു. സ്റ്റെഫി നെക്സ്റ്റ് ഡേ തന്നെ ജഗ്ഗുവിന്റെ സ്കൂളിലെത്തും. അവൾ ടീച്ചറിനോട് ജഗ്ഗുവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾ 6 മാസമായിട്ട് ജഗ്ഗുവിനെ നിരീക്ഷിച്ചതിൽ നിന്നും അവന് ADHD ഉണ്ടെന്ന് കൺഫേം ചെയ്തിരുന്നു. അവൻ കാണിക്കുന്ന വാശിയൊക്കെ ADHDയുടെ ഭാഗമാണ്. ഇനി അവന് ഇവിടെ പഠിക്കണമെങ്കിൽ ഒരു ഷാഡോ ടീച്ചർ അവനോടൊപ്പം ഉണ്ടാകണം. അവനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടെങ്കിലേ ഈ സ്കൂളിൽ അവനെ തുടർന്ന് പഠിക്കാൻ സാധിക്കൂ എന്നും ആ ടീച്ചർ പറയും. ഇത് കേട്ട് സ്റ്റെഫി ആകെ വിഷമത്തിലാകും. സ്റ്റെഫി ആണെങ്കിൽ ജോബിൽ പ്രമോഷൻ ലഭിക്കാനുള്ള ടെസ്റ്റ് എഴുതിയിരിക്കുകയാണ്. ജോലി ഉപേക്ഷിച്ച് ജഗ്ഗുവിനെ കെയർ ചെയ്യാനും അവൾക്ക് കഴിയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം സ്റ്റെഫി ബാലുവിനോടും ഷെയർ ചെയ്യും. ഇവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരായതിനാൽ രണ്ടുപേരുടെയും ഫാമിലിയുമായി അവർ അത്ര രസത്തിലായിരുന്നില്ല. ഇതൊക്കെ നിന്റെ കുറ്റമാണെന്ന് പറഞ്ഞ് ബാലു അവളെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഡിസിഷനല്ലേ ഫാമിലി ഉപേക്ഷിച്ച് സെപ്പറേറ്റ് ആക്കാൻ, പിന്നെ ഇതിൽ എന്നെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് എന്തിനാണെന്ന് വളരെ ദേഷ്യത്തിൽ സ്റ്റെഫി ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ ബാലു അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. അമീർ താമസിച്ചിരുന്ന റൂംമേറ്റ്സിൽ ഒരാളുടെ ക്യാഷ് കാണാതാകുന്നുണ്ട്. ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന അമീറാകാം ക്യാഷ് എടുത്തതെന്ന് അവർ കരുതും. സോ ഒരാൾ അമീറിനെ വോണ്ടഡ് ആയി തന്നെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. ഈ തക്കം നോക്കി മറ്റുള്ളവർ അവന്റെ ബാഗും പേഴ്സും ഒക്കെ ചെക്ക് ചെയ്യുന്നു. എന്നാൽ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അമീർ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടി തന്നെ ബാഗും പേഴ്സും ഒക്കെ പരിശോധിക്കുന്നതാണ് കാണുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അമീർ ചോദിക്കുമ്പോൾ ഞങ്ങളിൽ ഒരാളുടെ ക്യാഷ് കാണാതായിട്ടുണ്ട്, ഞങ്ങൾ നിന്നെയാണ് സംശയിക്കുന്നതെന്ന് അവർ പറയും. ഇത് കേട്ട് വളരെ ഇമോഷണലായി നിങ്ങൾക്കത് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ തന്നെ ബാഗും പേഴ്സും ഒക്കെ കാണിച്ചു തരുമായിരുന്നല്ലോ എന്ന് അമീർ പറയുന്നു. ഞാൻ ആരുടെയും ക്യാഷ് എടുത്തിട്ടില്ലെന്നും അമീർ പറയും. ഫുഡിന്റെ ക്യാഷ് നീ തന്നിട്ടില്ല, റെന്റ് ആണെങ്കിൽ 3 മാസമായിട്ട് പെൻഡിംഗ് ആണ്, കയ്യിൽ ക്യാഷുമില്ല, ജോലിയുമില്ലാത്ത നീ തന്നെയാകാം ക്യാഷ് എടുത്തതെന്ന് അവർ തർപ്പിച്ചു പറയുമ്പോൾ ദേഷ്യത്തോടെ എങ്കിൽ ഈ ബാഗും പേഴ്സും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അമീർ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പുറത്തു പോയി തിരിച്ചു വരുന്ന വഴി ബാലു ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ജഗ്ഗു വാശിയോടെ കരയാൻ തുടങ്ങും. ഞാനാണ് ബട്ടൺ പ്രസ് ചെയ്യുന്നത്, എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഉറക്കെ കരയും. എന്നാൽ ഈ തവണ ഒട്ടും സമ്മതിച്ചു കൊടുക്കാതെ ബാലു വളരെ ദേഷ്യത്തോടെ അവനെ പിടിച്ചു വലിച്ച് ഫ്ലാറ്റിലെത്തിക്കുന്നു. ഇതൊക്കെ കാണുന്ന സ്റ്റെഫിക്ക് വളരെ സങ്കടമാകുന്നുണ്ട്. ബാലു എപ്പോഴും വളരെ ദേഷ്യത്തോടെ മാത്രമാണ് അവനോട് പെരുമാറിയിരുന്നത്. ഇനിയും ആ റൂമിൽ അവർക്കൊപ്പം നിൽക്കാൻ അമീറിന് താല്പര്യമുണ്ടായിരുന്നില്ല. സോ അമീർ അവിടെയുള്ള നൗഫൽ എന്ന ഫ്രണ്ടിനെ വിളിച്ച് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് താമസിക്കാൻ ഒരിടം അറേഞ്ച് ചെയ്ത് നൽകാമോ എന്ന് ചോദിക്കും. എന്റെ റൂംമേറ്റ് ഒരു 10 ദിവസത്തേക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്, അവൻ വരുന്നത് വരെ നീ എന്റെ ഒപ്പം താമസിച്ചോളാനും നൗഫൽ പറയും. അവിടെയുള്ളൊരു റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളാം എന്ന് നൗഫൽ പറയും. അമീർ തന്റെ ബാഗും തിങ്സും ഒക്കെയായി നൗഫൽ പറഞ്ഞ റെസ്റ്റോറന്റിലെത്തും. നൗഫൽ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് അമീറിനോട് പറഞ്ഞിരുന്നു. ഒരുപാട് ടൈം ആ റെസ്റ്റോറന്റിൽ അമീർ കാത്തിരിക്കുന്നു. വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പണം തികയാത്തതിനാൽ തന്നെ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ച ആ കട നടത്തുന്ന ഇക്കയോട് അമീർ ഒരു ചായ ചോദിക്കും. എന്നാൽ അമീറിന്റെ അവസ്ഥ മനസ്സിലാക്കി ഇക്ക അവന് ചോറും കറികളും കഴിക്കാനായി നൽകും. ഈ സമയം ചോറാണ് കഴിക്കേണ്ടത്, 10-40 കൊല്ലമായി ഞാൻ ഇവിടെ കട നടത്തുന്നു, ഒരാളുടെ മുഖം കണ്ടാൽ അയാൾക്ക് എന്താണ് വിളമ്പേണ്ടതെന്ന് എനിക്കറിയാമെന്നും ഇക്ക പറയും. അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഇക്ക അവന് ചോറ് കഴിക്കാനായി നൽകുന്നത്. അവന്റെ അവസ്ഥ മനസ്സിലാക്കി ആ റെസ്റ്റോറന്റിൽ തന്നെ തൽക്കാലത്തേക്ക് ഒരു ജോലിയും താമസിക്കാൻ ഒരിടവും ഇക്ക അവന് നൽകും. നൗഫൽ അമീറിനെ കൂട്ടിക്കൊണ്ടു പോകാനായി അവിടേക്ക് വരുമ്പോൾ ഈ ഇക്ക തൽക്കാലത്തേക്ക് എനിക്കൊരു ജോലിയും താമസിക്കാൻ ഒരിടവും തന്നെന്ന് അമീർ നൗഫലിനോട് പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ബാലു സ്കൂളിലെ ഒരു ടീച്ചറിനോട് അവരുടെ ഹസ്ബൻഡ് EMI അടയ്ക്കാത്തതിനെ പറ്റി സംസാരിച്ചിരുന്നല്ലോ. അയാൾ ബാലുവിന്റെ ബാങ്കിലെത്തുന്നു. ഇതുവരെയും ക്യാഷ് തിരിച്ചടയ്ക്കാത്തതിനാൽ ബാലു കുറച്ച് റൂഡായിട്ടാണ് അയാളോട് സംസാരിക്കുക. ഒരു ഘട്ടത്തിൽ അയാൾക്കും ദേഷ്യം വരികയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിലാകുകയും ചെയ്യുന്നു. ബാലുവിന്റെ ഫ്രണ്ടും മറ്റു ജോലിക്കാരും വന്നാണ് അവരെ പിടിച്ചു മാറ്റി പ്രശ്നം സോൾവ് ചെയ്യുന്നത്. എന്നാൽ തന്റെ ജോലിയിൽ ഈ പ്രഷർ തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നും താൻ ഈ ജോലി ഉപേക്ഷിക്കാൻ പോകുകയാണെന്നും ബാലു പറയുന്നു. എടാ, ഒരു ജോലിക്കായി ഈ നാട്ടിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ജോലി കളയാൻ എളുപ്പമാണ്, പക്ഷെ മറ്റൊന്ന് കിട്ടാൻ പാടാണെന്നും ബാലുവിന്റെ ഫ്രണ്ട് പറയും. അമീർ ആണെങ്കിൽ ഇക്കയുടെ ഹോട്ടലിൽ നിന്നും ഫുഡ് ഡെലിവറിയാണ് ചെയ്യുന്നത്. ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് അമീർ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നു. ആ ജോലിക്കൊപ്പം പല ഇന്റർവ്യൂസും അമീർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നൗഫലിനൊപ്പം അവിടെയുള്ള ഒരു കാർ വർക്ക്ഷോപ്പിലെത്തുന്ന അമീർ അവിടുത്തെ ജോലിക്കാരനെ കണ്ട് ഒന്ന് ഷോക്കാക്കുകയും പെട്ടെന്ന് അയാൾ കാണാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുകയും ചെയ്യും. എന്നാൽ അയാളും അമീറിനെ കണ്ടിരുന്നു. അമീറാണോ അതെന്ന് അയാൾ നൗഫലിനോട് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് അയാളെ കണ്ട് അവിടെ നിന്നും മാറിപ്പോയത്, നിനക്ക് മുൻപ് അയാളെ പരിചയമുണ്ടോ എന്നും അമീറിനോട് നൗഫൽ ചോദിക്കുമ്പോൾ അയാൾ എന്റെ അച്ഛനാണെന്ന് അമീർ പറയും. അയാൾ എന്റെ അച്ഛനാണ്, എന്നാൽ എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ച് അയാൾ പോയതാണ്.
അച്ഛന്റെ അടുത്തു നിന്നും എന്നെയും കൊണ്ട് അമ്മ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. എന്നാൽ അമ്മയുടെ വീട്ടിലുള്ള എല്ലാവർക്കും അമ്മയോട് ദേഷ്യമായിരുന്നു. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊക്കെ ക്ഷമിച്ചു നിൽക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ശല്യമാകില്ല, എന്റെ മകൻ എന്നെ നോക്കുമെന്ന് അമ്മ അവരോട് പറഞ്ഞിരുന്നു. എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് എന്റെ അമ്മ വളർത്തിയത്. ഇനി എനിക്ക് എന്റെ അമ്മയെ നന്നായി നോക്കണമെന്നും ആമിർ പറയുന്നുണ്ട്. ആമിർ ഫുഡ് ഡെലിവറി ചെയ്യാനായി പോകുന്ന വഴി അവൻ ലാസ്റ്റായി ഇന്റർവ്യൂവിന് ചെന്ന ഓഫീസിൽ നിന്നും ഡയറക്ടർ വിളിച്ച് നേരിൽ കാണണമെന്ന് പറയുന്നുണ്ട്. ജോലിയുടെ കാര്യം ഓക്കെ ആയെന്ന സന്തോഷത്തിൽ അമീറും വളരെ ഹാപ്പിയായി സാർ ഇന്ന് തന്നെ കാണാമെന്ന് പറയും. അമീറിനെ കാണാൻ ഡയറക്ടർ എത്തും. നീ പങ്കെടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് 3 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. 3 പേരും ഈക്വലി ക്വാളിഫൈഡ് ആണ്. എന്നാൽ അവരെക്കാൾ ഈ ജോലി അത്യാവശ്യം നിനക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഈ ജോലി എനിക്ക് കിട്ടിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നെന്ന് അമീറും പറയും. നിന്നെ തന്നെ ഈ പോസ്റ്റിലേക്ക് എടുക്കാം, പക്ഷെ എനിക്ക് കമ്മീഷനായി നിന്റെ ഫസ്റ്റ് മന്ത് സാലറി അഡ്വാൻസ് ആയി നൽകണമെന്ന് അയാൾ പറയുന്നു. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്നും ആദ്യ സാലറി കിട്ടുമ്പോൾ ഞാനത് സാറിന് തന്നെ തരാമെന്നും അമീർ പറയും. അത് പറ്റില്ല, നിന്റെ ഫസ്റ്റ് മന്ത് സാലറി ആയ 5000 ദിർഹം എനിക്ക് നാളെ കഴിഞ്ഞ് തന്നെ തരണമെന്നാണ് അയാൾ പറയുക. കയ്യിൽ 5 പൈസ ഇല്ലാത്ത അമീർ എങ്ങനെ ഈ ക്യാഷ് കൊടുക്കും? എന്നാൽ ജോലി അവന് വളരെ അത്യാവശ്യവുമാണ്. സോ ക്യാഷ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് അമീർ തീരുമാനിക്കും. അമീർ ജോലി ചെയ്യുന്ന കടയിലെ ഇക്ക അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 500 ദിർഹം അവന് കടമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ പല ആളുകളോടും അവന്റെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ അമീർ ക്യാഷ് കടമായി ചോദിക്കുമെങ്കിലും അവർക്ക് പല ഒഴിവ് കഴിവുകൾ പറയുകയാണ് ചെയ്യുക. നൗഫലിനോടും അമീർ ക്യാഷ് കടമായി ചോദിക്കും. ഞാൻ ക്യാഷ് കടമായി കൊടുത്തവരെല്ലാം എനിക്ക് ശത്രുക്കളായിട്ട് മാറിയിട്ടേ ഉള്ളൂ. സോ ക്യാഷ് അല്ലാതെ എവിടെയെങ്കിലും കൂടെ വരാനോ പോകാനോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നാണ് നൗഫൽ പറയുന്നത്. നിനക്ക് ക്യാഷ് തന്ന് എന്നെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, നിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അമീർ അവിടെ നിന്ന് പോകും. ഇതിനിടയിൽ സ്റ്റെഫി രണ്ടാമതും പ്രഗ്നന്റ് ആകുന്നു. ബാലുവിന്റെ ജോലി പോലും ഒന്ന് സ്റ്റേബിൾ ആയിട്ടില്ല. സ്റ്റെഫി ആണെങ്കിൽ പ്രമോഷൻ മേടിക്കാനായി എക്സാം എഴുതി നിൽക്കുകയാണ്. ജഗ്ഗുവിനെ പോലും നന്നായി കെയർ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. സോ ഈ കുഞ്ഞ് വേണ്ടെന്ന് തന്നെ ബാലുവും സ്റ്റെഫിയും തീരുമാനിക്കും. അമീർ ആണെങ്കിൽ 2000 ദിർഹം പലരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും 3000 ദിർഹം കൂടി ആവശ്യമാണ്. സോ അമീർ ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ ഇക്ക ഒരു അഡ്രസ് നൽകി, നീ ഈ ഫ്ലാറ്റിൽ ചെന്ന് ക്യാഷ് മേടിച്ചോ, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും. ഇക്കയുടെ ഫ്രണ്ടിനോട് അമീറിന് വേണ്ടി 2000 ദിർഹം ഇക്ക കടമായി ചോദിച്ചിരുന്നു. ഈ ക്യാഷ് മേടിക്കാനാണ് അമീർ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ 1000 ദിർഹമാണ് അവർ കൊടുക്കുക. ഇനിയും 2000 ദിർഹം കൂടി വേണം. ഓൾറെഡി അമീറിന്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീർന്നിരുന്നു. ഇനി ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ജോലി അമീറിന് അത്രയ്ക്കും അത്യാവശ്യമായിരുന്നു. സോ അമീർ ആ ഡയറക്ടറിനെ വിളിച്ചിട്ട് സാറ് ചോദിച്ച ക്യാഷിന്റെ പകുതി ആയിട്ടുണ്ട്, ബാക്കി ക്യാഷ് എനിക്ക് സാലറി കിട്ടുമ്പോൾ തന്നാൽ മതിയോ എന്നും ചോദിക്കും. എന്നാൽ അയാൾ അതിന് സമ്മതിക്കില്ല. ഇന്ന് വൈകിട്ട് എനിക്ക് ക്യാഷ് തന്നാൽ നിന്നെ ഈ പോസ്റ്റിലേക്ക് എടുക്കാമെന്നും അല്ലെങ്കിൽ നീ വേറെ ജോലി നോക്കിക്കോളാനും അയാൾ പറയും. സോ എന്ത് ചെയ്യുമെന്ന് കരുതി ആകെ വിഷമത്തോടെ അമീർ നടന്നു വരുമ്പോഴാണ് സ്റ്റെഫി ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് കീ ഷൂറാക്കിനുള്ളിൽ വെച്ച് ജോലിക്ക് പോകുന്നത് അമീർ കാണുക. ആ വീടിനുള്ളിൽ കയറി കിട്ടുന്ന ക്യാഷ് മോഷ്ടിക്കാമെന്ന് അമീർ തീരുമാനിക്കും. ഇതുവരെയും ആരുടെയും ക്യാഷോ പണമോ മോഷ്ടിക്കാതെ അവൻ കുറച്ച് മടിച്ചാണ് ആ കീ എടുത്ത് ഫ്ലാറ്റ് തുറന്ന് അകത്തു കയറുന്നത്. ജഗ്ഗു അകത്തുണ്ടെന്ന് അമീറിന് അറിയില്ലല്ലോ. ആരുമില്ലെന്ന് കരുതി ഓരോ മുറിയും തുറന്ന് അലമാരയും ഷെൽഫും ഒക്കെ അമീർ ക്യാഷിനായി തിരയുന്നുണ്ട്. എന്നാൽ 1 രൂപ പോലും അവന് ലഭിക്കില്ല. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ ജഗ്ഗുവിന്റെ റൂമിലേക്ക് അമീർ എത്തും. ഉറങ്ങിക്കിടന്നിരുന്ന ജഗ്ഗുവിനെ ഉണർത്താതെ അമീർ പാതുക്കെ പുറത്തേക്ക് നടക്കുമ്പോൾ ജഗ്ഗുവിന്റെ ഫേവറേറ്റ് ടോയിൽ ചവിട്ടുകയും അത് പൊട്ടിപ്പോകുകയും ചെയ്യും. ആ ശബ്ദം കേട്ട് ജഗ്ഗു എഴുന്നേൽക്കും. എന്റെ ടോയ് എന്തിനാണ് പൊട്ടിച്ചത്, അത് ശരിയാക്കി താ എന്ന് പറഞ്ഞ് ജഗ്ഗു അമീറിനെ അടിക്കാൻ തുടങ്ങും. അവൻ ഉറക്ക നിലവിളിച്ച് കരയുന്നതിനാൽ വേറെ വഴിയില്ലാതെ ഷെൽഫിലിരുന്ന പശയെടുത്ത് അമീർ ജഗ്ഗുവിന്റെ ടോയ് ഒട്ടിച്ചു നൽകും. എന്നാൽ അറിയാതെ ആ പശ കൊണ്ട് അമീറിന്റെ കൈയും ജഗ്ഗുവിന്റെ കൈയും തമ്മിൽ ഒട്ടിപ്പോകുന്നു. അമീർ കൈ തമ്മിൽ വേർപെടുത്താൻ ട്രൈ ചെയ്യുമെങ്കിലും അതിന് കഴിയില്ല. പോരാത്തതിന് വേദന കൊണ്ട് ജഗ്ഗു ഒച്ചത്തിൽ കരയാനും തുടങ്ങും. പശ കളയാനായി വെള്ളം ഉപയോഗിച്ച് കഴുകുകയും ഒരു കത്രിക ഉപയോഗിച്ച് പശ കളയാനും അമീർ ശ്രമിക്കും. എന്നാൽ ആ പശ ഒന്ന് അനക്കാൻ പോലും അമീറിന് കഴിഞ്ഞിരുന്നില്ല. ബാലു ബാങ്ക് ജോലി വിട്ട് ഒരു ബിസിനസ് തുടങ്ങാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ബിസിനസ് എത്രമാത്രം സക്സസ് ആകുമെന്ന ആശങ്കയും അവനുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അവൻ സ്റ്റെഫിയോട് സംസാരിക്കുന്നുണ്ട്. ഉടനെ ഒരു കുഞ്ഞുകൂടിയായാൽ ഒന്നും നടക്കില്ലെന്നും സ്റ്റെഫിയോട് ബാലു പറയും. സോ ബാലുവും സ്റ്റെഫിയും അബോഷന്റെ കാര്യത്തിനായി ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. മൂത്ത കുഞ്ഞ് ഹൈപ്പർ ആക്റ്റീവ് ആണ്. അവന് ADHD ഉണ്ടെന്നും സ്റ്റെഫി പറയുന്നു. മൂത്ത കുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്ന് കരുതി രണ്ടാമത്തെ കുഞ്ഞ് അങ്ങനെ ആകണമെന്നില്ല. സോ ആ കാരണത്താലാണെങ്കിൽ
നിങ്ങൾ അബോർഷൻ ചെയ്യരുതെന്ന് ഡോക്ടർ അവരോട് പറയും. ചിലപ്പോൾ രണ്ടാമത് ഒരു കുട്ടി കൂടി ജനിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ കുട്ടി കുറച്ച് ബെറ്റർ ആകാനും ചാൻസ് ഉണ്ടെന്നും ഡോക്ടർ പറയുന്നു. നിങ്ങൾ നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ. ഇനി അബോർഷൻ ചെയ്യാൻ തന്നെയാണ് പ്ലാനെങ്കിൽ 2-3 ആഴ്ച കൂടി സമയമുണ്ട്. ഇവിടെ ഇതൊക്കെ ഇല്ലീഗലാണ്. സോ നാട്ടിലേക്ക് പോയി അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേണം അബോർഷൻ ചെയ്യാനുമെന്ന് ഡോക്ടർ പറയുന്നു. അമീർ ജഗ്ഗുവുമായി ഫ്ളാറ്റിന് പുറത്തേക്ക് വരുന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിലെത്തി പശ്ച കളയാനായിരുന്നു അമീർ ശ്രമിക്കുന്നത്. എന്നാൽ വരുന്ന വഴി ബലൂൺസ് വിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ് ജഗ്ഗു വാശി പിടിച്ച് കരയാൻ തുടങ്ങും. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. കുട്ടി ഇങ്ങനെ നിലവിളിച്ചാലും പ്രശ്നമാണ്. സോ അമീർ അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജഗ്ഗു ആകട്ടെ അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറായിരുന്നില്ല. അവൻ വാശിയോടെ ഉച്ചത്തിൽ കരയുന്നതിനാൽ ജഗ്ഗുവുമായി അമീർ ആ കടക്കാരനടുത്തെത്തി ജഗ്ഗുവിന് ബലൂൺ മേടിച്ചു നൽകും. എന്നാൽ ചേഞ്ച് ഇല്ലാത്തതിനാൽ 500 ദിർഹമാണ് അമീർ കടക്കാരന് കൊടുക്കുക. അയാളുടെ കയ്യിലും ചേഞ്ച് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇവിടെ നിൽക്കാൻ ഞാൻ ചേഞ്ച് മേടിച്ച് വരാമെന്ന് പറഞ്ഞ് ആ കടക്കാരൻ റോഡിനപ്പുറത്തുള്ള ചില കടകളിൽ കയറി ചേഞ്ച് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അമീറും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അമീറിന്റെ ശ്രദ്ധയൊന്ന് തെറ്റുമ്പോഴേക്കും അയാൾ ആ ക്യാഷുമായി മുങ്ങിയിരുന്നു. ജഗ്ഗുവുമായി അയാളുടെ പുറകെ പോയി നോക്കുമെങ്കിലും അപ്പോഴേക്കും അയാൾ അവിടെ നിന്നും എസ്കേപ്പ് ആയിരുന്നു. ഒരു ജോലിക്കായി സ്വരുക്കൂട്ടിയ ക്യാഷാണ് അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചത്. ആ ക്യാഷാണ് മറ്റൊരാൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് അമീർ നന്നായി ഫീൽ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി സ്റ്റെഫിയെ അവൾ വർക്ക് ചെയ്യുന്നിടത്ത് ബാലു ഇറക്കി വിടുന്നു. നീ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ജഗ്ഗുവിന് കഴിക്കാനായി ഫുഡ് കൊടുക്കണമെന്നും ബാലുവിനോട് സ്റ്റെഫി പറയുന്നു. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ ബാലു വീട്ടിലേക്ക് പോകും. എന്നാൽ ഈ സമയം ബാലുവിന്റെ ഫ്രണ്ട് അവനെ വിളിച്ച് നീ ഒരു ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞിരുന്നല്ലോ, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, നീ വന്നൊന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യാനും പറയുന്നു. സോ ബാലു ഉടനെ ആ ഇൻവെസ്റ്ററിനെ കണ്ട് സംസാരിക്കാനായി അവന്റെ ഫ്രണ്ടിനടുത്തേക്ക് പോകും. അമീർ ജഗ്ഗുവുമായി ഒരു ചെറിയ ക്ലിനിക്കിൽ എത്തുന്നു. ചീട്ടെടുക്കാനായി കുട്ടിയുടെ പേര് സ്റ്റാഫ് ചോദിക്കും. അമീറിന് അവന്റെ പേരോ അഡ്രസ്സോ അറിയാത്തതിനാൽ ജഗ്ഗുവിനോട് മോന്റെ പേര് ആന്റിയോട് പറ എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് തന്നെ പേരൊക്കെ പറയിക്കുന്നു. എന്നാൽ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും സ്റ്റാഫ് ചോദിക്കുന്നതിനാൽ അതൊന്നും പറയാൻ പറ്റാത്തതിനാലും ജഗ്ഗുവുമായി അമീർ അവിടെ നിന്നും എസ്കേപ്പ് ആകും. ബാലു ഇൻവെസ്റ്ററിനെ കണ്ട് സംസാരിച്ച് ഫ്ളാറ്റിലെത്തുമ്പോൾ ഷൂറാക്കിനുള്ളിൽ കീ കാണാത്തതിനാൽ സ്റ്റെഫിയെ വിളിച്ച് നീ കീ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. കീ ഞാൻ ആ ഷൂറാക്കിനുള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആട്ടെ നീ ഇപ്പോഴാണ് ഫ്ളാറ്റിലെത്തുന്നത്, നീ ഇത് എന്ത് വിചാരിച്ചാണ് എന്നൊക്കെ ചോദിച്ച് സ്റ്റെഫി ബാലുവിനോട് ചൂടാക്കുന്നുണ്ട്. ജഗ്ഗുവിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് അമീർ അവനുമായി പോകും. എന്നാൽ ഡോർ ക്ലോസ് ചെയ്ത് അങ്കിൾ പുറത്തു നിൽക്കാൻ പറഞ്ഞ് ജഗ്ഗു വാശി പിടിക്കും. എന്നാൽ കൈകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നതിനാൽ അത് നടക്കില്ലല്ലോ. സോ അമീർ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ വാശി പിടിക്കും. ഈ സമയം കമ്പനി ഡയറക്ടർ വീണ്ടും അമീറിനെ വിളിച്ച് ക്യാഷ് റെഡി ആയോ എന്ന് ചോദിക്കുന്നു. ഈ രാത്രി കൂടി നിനക്ക് സമയമുണ്ട്, ഞാൻ പറഞ്ഞ ക്യാഷ് എനിക്ക് തന്നാൽ ഈ ജോലിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ കാര്യം പറഞ്ഞേക്ക്, ക്യാഷ് തന്ന ജോലിയിൽ കയറാൻ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്നും അയാൾ പറയും. സർ ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് റെഡിയാക്കി തരാമെന്നും അമീർ പറയുന്നു. ജഗ്ഗു ഈ സമയം അവന്റെ ഡ്രസ്സിൽ തന്നെ യൂറിൻ പാസ് ചെയ്തിരുന്നു. കീ മിസ്സായതിനാൽ ബാലു ഫ്ലാറ്റ് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ കീ മേടിച്ച് ഫ്ലാറ്റിലേക്ക് പോകും. ജഗ്ഗുവിന്റെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിരുന്നതിനാൽ അമീർ അവനുമായി ഒരു തുണിക്കടയിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നു. കൈകൾ ഒട്ടിയിരിക്കുന്നതിനാൽ ടീഷർട്ട് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് പുതിയ ടീഷർട്ട് വേണമെന്ന് ജഗ്ഗു ആണെങ്കിൽ വാശിയിലാണ്. എന്നാൽ ഈ തവണ സമാധാനത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ ജഗ്ഗുവിനെ അമീർ സമാധാനിപ്പിക്കും. അവിടെ നിന്നും അവർ പുറത്തേക്ക് വരുമ്പോൾ അമീറിന്റെ അച്ഛനെ കാണുന്നുണ്ട്. നിന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു നിനക്ക് ജോലിയൊന്നും ആയിട്ടില്ലെന്ന്. ഒരച്ഛൻ എന്ന നിലയിൽ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടേ? ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന രീതിയിൽ അമീറിനോട് അച്ഛൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ പോലും നിൽക്കാതെ ജഗ്ഗുവുമായി അമീർ അവിടെ നിന്നും പോകുന്നു. ബാലു ഡ്യൂപ്ലിക്കേറ്റ് കീയുമായി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരും. ജഗ്ഗു മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി ബാലു ആകെ ടെൻഷൻ ആകുന്നു. നിങ്ങൾ വീട്ടിൽ വന്നോ, ജഗ്ഗു ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ച സ്റ്റെഫി വിളിക്കുമ്പോൾ ആ കുഴപ്പമില്ല, ജഗ്ഗു ഫുഡ് കഴിച്ച് ഉറങ്ങുകയാണെന്നാണ് ബാലു അവളോട് പറയുന്നത്. ജഗ്ഗു മിസ്സിംഗ് ആണെന്ന കാര്യം ബാലു സ്റ്റെഫിയോട് പറയില്ല. നമുക്ക് സിനിമ കാണാൻ പോകാം, എനിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞ് ജഗ്ഗു വലിയ വാശിയിലാണ്. അമീർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ജഗ്ഗു കരയാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ നിനക്ക് സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞ മണലിനുള്ളിലേക്ക് ഫോൺ വെച്ചതിന് ശേഷം ഭിത്തിയിലേക്ക് മൊബൈൽ ഫ്ലാഷ് അടുപ്പിച്ച് കൈകൾ കൊണ്ട് ഓരോ രൂപങ്ങളുണ്ടാക്കി അവന് ഒരു പക്ഷിയുടെ കഥ അമീർ പറഞ്ഞു കൊടുക്കുന്നു. ജഗ്ഗു ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ അവനോട് ദേഷ്യപ്പെടാതെ അമീർ അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. സോ ജഗ്ഗു അമീറുമായി നന്നായി അടുക്കുന്നുണ്ട്. ബാലു അവന്റെ ഫ്രണ്ടിനെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി ജഗ്ഗു മിസ്സിംഗ് ആണെന്ന് പറയുന്നു. കുട്ടി എങ്ങനെ തനിച്ച് പുറത്തു പോകും? നിങ്ങൾ അവനെ റൂമിനുള്ളിൽ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നില്ലേ എന്ന് ഫ്രണ്ട് ചോദിക്കും. ആരെങ്കിലും വീടിനുള്ളിൽ കടന്നിട്ടുണ്ടാകുമെന്ന് ബാലു പറയുന്നു. സെക്യൂരിറ്റിയോട് ജഗ്ഗുവിനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. ജഗ്ഗുവിന് വിശക്കുമ്പോൾ അവർ ഒരു ഹോട്ടലിൽ എത്തുന്നുണ്ട്. സമയം അർദ്ധരാത്രി ആയതിനാൽ ഹോട്ടൽ ക്ലോസ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ കുഞ്ഞിന് വിശക്കുന്നു, ഇവിടെയുള്ള എന്തെങ്കിലും മതിയെന്ന് അമീർ പറയും. കട ഓണർ ഫുഡ് എന്തെങ്കിലും എടുക്കാൻ സ്റ്റാഫിനോടും പറയുന്നുണ്ട്.
കട ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കും വീടും വീട്ടുകാരുമുണ്ട്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ സ്റ്റാഫ് ദേഷ്യപ്പെടുന്നു. സോ കടയോടനും സ്റ്റാഫും തമ്മിൽ വാക്കു തർക്കമാകും. ഇത് കേട്ട് അമീർ ജഗ്ഗുവുമായി അവിടെ നിന്നും പോകുന്നു. അമീർ അവിടെ നിന്നും ഒരു ടാക്സിയിൽ മറ്റൊരു ഷോപ്പിലെത്തി ജഗ്ഗുവിന് ഫുഡ് മേടിച്ചു കൊടുക്കും. ബാലുവും ഫ്രണ്ടും തൊട്ടടുത്തുള്ള കടയിലെത്തി CCTV ചെക്ക് ചെയ്തിരുന്നു. അമീർ ജഗ്ഗുവുമായി നടന്നു പോകുന്നത് CCTVയിൽ വ്യക്തമായിരുന്നു. ഉടനെ അമീറിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റും ആ ഫോട്ടോസ് ഇട്ട് ഇയാളെ അറിയുന്നവർ ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. ബാലുവും ജഗ്ഗുവും സഞ്ചരിച്ച ടാക്സി മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുന്നു. ചെറിയൊരു ആക്സിഡന്റ് ആയതിനാൽ തന്നെ അവർക്ക് മറ്റ് പരിക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ പോലീസ് സ്പോട്ടിൽ എത്തുന്നുണ്ട്. കൈകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നത് പോലീസ് കണ്ടാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ജഗ്ഗുവിനെ എടുത്ത് തോളിൽ കിടത്തി കൈകൾ അമീർ മറച്ചു വെക്കുന്നു. അമീറിനെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് പോലീസ് കാറിൽ തന്നെ അവരെ കയറ്റുന്നു. എവിടെയാണ് വീടെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ജഗ്ഗുവിന്റെ അഡ്രസ് തന്നെയാണ് പോലീസിനോട് അമീർ പറഞ്ഞു കൊടുക്കുന്നത്. ഈ സമയം ബാലുവും ഫ്രണ്ടും അവിടെയുള്ള ഷോപ്പിലൊക്കെ കയറി ജഗ്ഗുവിനെ അന്വേഷിക്കുകയായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും അമീറിനെ അറിയാമെന്ന് പറഞ്ഞ ഒരാൾ ബാലുവിന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യാനായി അമീർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അമീർ ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ പേരും ലൊക്കേഷനും അയാൾ ബാലുവിനും ഫ്രണ്ടിനും നൽകുന്നു. സോ അവർ ഉടനെ ഇക്കയുടെ ഹോട്ടലിലേക്ക് പോകും. പോലീസ് അവർക്കൊപ്പം ഫ്ളാറ്റിലേക്ക് വരുന്നു. അമീറിന്റെ കയ്യിൽ കീ ഉണ്ടായിരുന്നതിനാൽ ഫ്ളാറ്റ് ഓപ്പൺ ചെയ്ത് അവർ അകത്തേക്ക് പോകും. അവരെ അവിടെയാക്കി പോലീസും തിരിച്ചു പോകുന്നു. വേറെ രക്ഷയില്ലാതെ അമീർ നൗഫലിനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറയുന്നു. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് നൗഫൽ പറയും. അമീർ ജഗ്ഗുവുമായി ടെറസിലേക്ക് വരും. ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുന്ന ജഗ്ഗു ഈ നക്ഷത്രങ്ങൾ എന്തിനാണ് നമ്മളെ നോക്കുന്നതെന്ന് അമീറിനോട് ചോദിക്കും. ഞാനും നീയുമൊക്കെ പണ്ട് ഈ നക്ഷത്രങ്ങളായിരുന്നു. അമ്മയും അച്ഛനും ചേർന്ന് നക്ഷത്രത്തെ നോക്കി ഭൂമിയിലേക്ക് വരാൻ വിളിക്കുമ്പോഴാണ് ആ നക്ഷത്രങ്ങൾ കുഞ്ഞുങ്ങളായി ജനിക്കുന്നത്. അമീർ ഇങ്ങനെ പല കഥകളും ജഗ്ഗുവിന് പറഞ്ഞു കൊടുക്കും. ആരും സംസാരിക്കാൻ പോലും ഇല്ലാതിരുന്ന ജഗ്ഗുവിന് ഇതൊക്കെ വലിയ ആശ്വാസമായി തോന്നും. അവന്റെ വാശിയൊക്കെ കുറെ മാറിയിരിക്കുന്നു. അമീർ പറയുന്നതൊക്കെ അവൻ അനുസരിക്കാനും തുടങ്ങും. അമീർ ഒരു ബീച്ചിലേക്ക് ജഗ്ഗുവുമായി എത്തുന്നു. ബാലുവും ഫ്രണ്ടും ഇക്കയുടെ അടുത്തെത്തി അമീറിന്റെ ഫോൺ നമ്പർ മേടിക്കും. എന്നാൽ അവർ പലതവണ വിളിച്ചിട്ടും അമീർ കോൾ അറ്റൻഡ് ചെയ്യില്ല. ഇക്കയുടെ ഫോണിൽ നിന്നും അവർ അമീറിനെ വിളിക്കുമ്പോൾ ഫോൺ അമീർ എടുക്കും. എന്നാൽ ബാലു ഫോൺ മേടിച്ച് സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അമീർ കോൾ കട്ട് ചെയ്യും. നൗഫൽ അമീറിനെ വിളിച്ച് ID കാർഡ് ഇല്ലാത്തതിനാൽ ഡോക്ടർ ഒന്നും ചെയ്തു തരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നൗഫൽ പറയും. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അമീർ ആകെ ഇമോഷണൽ ആകും. മോർണിംഗ് സ്റ്റെഫിയും ഫ്ളാറ്റിലെത്തുന്നു. അവൾ അവിടെ ജഗ്ഗുവിനെ അന്വേഷിക്കുമ്പോൾ ജഗ്ഗു മിസ്സിംഗ് ആണെന്ന് ബാലു അവളോട് പറയുന്നു. ബാലു, നീ എന്താണ് ഈ പറയുന്നത്? ഇതുവരെയും നീ ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ എവിടെയാണ് ബാലു എന്ന് ചോദിച്ച് സ്റ്റെഫി കരയുമ്പോൾ എനിക്കറിയില്ല സ്റ്റെഫി, ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ലെന്ന് പറഞ്ഞ് ബാലുവും ആകെ ഇമോഷണൽ ആകും. നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് സ്റ്റെഫി പറയുമ്പോൾ പോലീസിനെ അറിയിച്ചാൽ ആകെ പ്രശ്നമാകുമെന്നും ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ റൂമിൽ പൂട്ടിയിട്ടതിന് നമ്മളാകും ആദ്യം പെടുന്നതെന്നും ബാലു പറയും. ഇത്രയും നേരമായി ജഗ്ഗുവിനെ കാണാതായിട്ട് നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണോ ചിന്തിച്ചത്? നമ്മുടെ കുഞ്ഞാണ്, നമുക്ക് കേസ് കൊടുക്കാമെന്നും അവനേക്കാൾ വലുതല്ലോ നമുക്ക് മറ്റൊന്നും. സോ കേസ് കൊടുക്കാമെന്ന് തന്നെ സ്റ്റെഫി പറയും. നേരം പുലർന്നിരുന്നു. കടൽ തീരത്തിരിക്കുന്ന അമീറിനോട് നമുക്ക് വെള്ളത്തിലിറങ്ങാമെന്ന് ജഗ്ഗു പറയുമ്പോൾ പോകാമെന്ന് അമീറും പറയും. ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ് അമീർ ജഗ്ഗുവുമായി മരിക്കാൻ തീരുമാനിക്കും. അതിനായി കടലിലേക്ക് ആഴങ്ങളിലേക്ക് ജഗ്ഗുവുമായി അമീർ നടന്നു പോകും. എന്നാൽ അവർ കടൽ വെള്ളത്തിലിറങ്ങുമ്പോൾ അവരുടെ കൈകളിലെ പശ വിട്ടുപോകാനായി തുടങ്ങുന്നു. ഇത് കണ്ട് വളരെ സന്തോഷത്തോടെ അമീർ കൈകളിലെ പശ റിമൂവ് ചെയ്യും. എന്നാൽ കൈയിലെ പശ വിട്ടുപോകുമ്പോൾ ജഗ്ഗു ആണെങ്കിൽ ആകെ വിഷമത്തിലാകും. കാരണം അമീറിനൊപ്പം അവൻ വളരെ ഹാപ്പി ആയിരുന്നു. തന്റെ ജീവിതത്തിൽ ആരും കൂടെ നിർത്താതിരുന്ന ജഗ്ഗുവിന് അമീറിനൊപ്പമുള്ള സമയം മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബാലു സ്റ്റെഫിയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായി പോകാൻ ഇറങ്ങുമ്പോൾ ഫ്ളാറ്റിന് താഴെയായി ജഗ്ഗുവിനെ ഇറക്കിവിട്ട് അമീർ പോകുന്നു. എന്നാൽ അമീറിന്റെ അടുത്ത് നിന്നും പോകാൻ ജഗ്ഗു മടിക്കുമ്പോൾ വളരെ നിർബന്ധിച്ച് അവനെ അവിടെ നിർത്തി അമീർ ഒരു ടാക്സിയിൽ കയറി പോകും. ഫ്ളാറ്റിന് താഴെ ജഗ്ഗു നിൽക്കുന്നത് കണ്ട് സന്തോഷത്തോടെ സ്റ്റെഫി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. മകനെ കിട്ടിയതിൽ ബാലുവും സ്റ്റെഫിയും ഹാപ്പിയാകും. അമീറിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ ജഗ്ഗു അവരോട് സംസാരിക്കുന്നു. ബാലുവിനും സ്റ്റെഫിക്കുമൊപ്പം ജഗ്ഗു ടെറസിലേക്ക് വരും. അവിടെയുള്ള നക്ഷത്രങ്ങളെ കണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചിട്ടാണോ ഞാൻ നിങ്ങളുടെ കുഞ്ഞായി ജനിച്ചതെന്ന് ജഗ്ഗു അവരോട് ചോദിക്കും. ആണെന്ന് അങ്കിൾ പറഞ്ഞിരുന്നെന്നും ജഗ്ഗു പറയുമ്പോൾ അതെന്ന് പറഞ്ഞ സ്റ്റെഫിയും ബാലുവും അവനെ കെട്ടിപ്പിടിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണ് കാണിക്കുക. അമീറിന് അവിടെ ഒരു ജോലി കിട്ടിയിരിക്കുന്നു. അമീറിനെ കാണാനായി ജഗ്ഗു ബാലുവിനും സ്റ്റെഫിക്കുമൊപ്പം അവിടെ എത്തും. ജഗ്ഗുവിന് ഒരു കുഞ്ഞനുജത്തി കൂടി ഉണ്ടായിരിക്കുന്നു. ജഗ്ഗുവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നില്ല. അമീർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിനാലാണ് ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും ബാലു പറയും. അടുത്ത മാസം അവന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് അങ്കിളിനെ വിളിക്കണമെന്നാണ് ജഗ്ഗു പറഞ്ഞത്. അതിനായി അമീറിനെ വിളിക്കാനാണ് അവർ എത്തിയിരിക്കുന്നതെന്നും ബാലു പറയുന്നു. ജഗ്ഗു ഒരുപാട് മാറിയിരുന്നു. അവന്റെ വാശിയും ദേഷ്യവും ഒക്കെ മാറി ജഗ്ഗു മിടുക്കനായിരിക്കുന്നു. താങ്ക് യു എന്നെഴുതിയ ബർത്ത്ഡേ കാർഡായിരുന്നു ജഗ്ഗു അമീറിന് നൽകിയത്. ഒരു ദിവസം കൊണ്ട് ജഗ്ഗുവിന്റെ ലൈഫ് തന്നെ മാറ്റിയത് അമീർ ആയിരുന്നല്ലോ. അമീറിന് അടുത്തു നിന്നും
സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന അവരെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്ന അമീറിനെ കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുന്നത്. ഈ മൂവിയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റാ.